ഷിരൂർ മണ്ണിടിച്ചിലാൽ മരിച്ച അർജുന് ഇടമുറിയാത്ത കണ്ണീർ പേത്തൽ സ്വന്തം മണ്ണിൽ യാത്രാമൊഴി. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ അർജുൻ എരിഞ്ഞടങ്ങി. ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ഏകനായി അലിഞ്ഞു ചേർന്ന അർജുന് വിട നൽകാൻ വീട്ടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അർജുന്റെ അമരാവതി എന്ന വീട്ടിൽ പ്രിയമുള്ളവരുടെ ദുഃഖഭാരം ബാക്കിയായി. കാണാം റിപ്പോർട്ട്. എണ്ണിയാൽ തീരാത്തത്ര തവണ അർജുൻ ഈ വഴി പോയതാണ്. മടങ്ങിവരവില്ലാത്ത അവസാന യാത്രയിൽ വീട്ടിലേക്കുള്ള വഴി ഇന്നൊരു മനുഷ്യപ്പുഴയായി. അർജുന് വിട ചൊല്ലാൻ ഇന്നേ വരെ നേരിട്ട് കാണാത്തവർ അവിടെ ഒഴുകിയെത്തി. കണ്ണീർ കൊണ്ട് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി തന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് അവസാനമായി അർജുനെത്തി. 75 ദിവസം ദുഃഖം തളം കെട്ടിയ വീടിനുള്ളിൽ പ്രിയമുള്ളവരുടെ കണ്ണീർ നിറഞ്ഞു. എപ്പോഴും പുഞ്ചിരിക്കുന്ന അർജുന്റെ മുഖം പോലും അവസാനമായി കാണാനാകാതെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ. പ്രിയതമ കൃഷ്ണപ്രിയ, മകൻ അയാൻ, അച്ഛനും അമ്മയും സഹോദരങ്ങളും പ്രിയപ്പെട്ടവന് വിട ചൊല്ലി. സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തി. വീടിനോട് ചേർന്ന് അച്ഛന്റെ മുറിക്ക് ചാരെ അർജുന് നിത്യനിദ്ര. അർജുന് മരണമില്ല. ഈ നാടിന്റെ പ്രതീകമാണ്. ഒരുമയുടെയും ചേർത്തുപിടിക്കലിന്റെയും ധീരതയുടെയും പ്രതീകം. കേരളക്കരയൊന്നാകെ ഗംഗാവലിപ്പുഴ കണക്കെ സങ്കടം കുത്തിയൊലിച്ചു. വിട അർജുൻ. വീടിനെയും കണ്ണാടിക്കൽ ഗ്രാമത്തിനെയും കണ്ണീരിലാഴ്ത്തി അർജുൻ യാത്രയായി. ഇനി നമ്മുടെ ഓർമ്മകളിലെ നിത്യസ്മരണ. വിട അർജുൻ. ടീം 24 കോഴിക്കോട്. പ്രിയ സ്നേഹിതന് വിട നൽകാൻ മനാഫ് എത്തിയപ്പോൾ കണ്ടുനിന്നവർക്ക് കരച്ചിലടക്കാനായില്ല. അർജുൻ ഇനി കൂടെയില്ലെങ്കിലും കുടുംബത്തിന് നൽകിയ ഉറപ്പ് പാലിക്കാനായതിന്റെ നേരിയ ആശ്വാസമായിരുന്നു മനാഫിന്. ഗംഗാവലിപ്പുഴയോരത്ത് ഒരു മനുഷ്യൻ കണ്ണുനട്ട് കാത്തിരുന്നത് 72 ദിനരാത്രങ്ങളാണ്. മഞ്ഞും മഴയും പേമാരിയും മാറി മാറിയെത്തിയപ്പോഴും കുത്തുവാക്കുകളുടെ കൂരമ്പുകൾ ഹൃദയത്തിൽ തറച്ചപ്പോഴും കുലുങ്ങാതെ നിന്നവൻ. അർജുനെ അവസാന നോക്കുകാണാൻ കണ്ണാടിക്കലെ വീട്ടിൽ മനാഫ് എത്തിയപ്പോൾ കണ്ടുനിന്നവർക്ക് കണ്ണീരടക്കാനായില്ല. ദൗത്യം പൂർണ്ണതയിലെത്തും മുൻപുള്ള വലിയ വേദനകളെ മനാഫ് അടയാളപ്പെടുത്തിയത് ഇങ്ങനെയാണ്. നിരന്തര അപമാനവും അവഹേളനയും അതേമാതിരി തന്നെ തല്ലലും. നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നത് സ്നേഹമാണ്. അതായത് എന്തും സ്നേഹത്തിലൂടെ നമുക്ക് മറികടക്കാൻ കഴിയും. ഇവരെ നമ്മളെ അടിച്ചോട്ടെ. ഞാൻ വീണ്ടും പറയണത്, അങ്ങനെ ഒരു പൂതിയുണ്ട്, അടിച്ചു തീർത്തോളി എന്ന് തന്നെ പറയുന്നു. ഷിരൂരിൽ അപകടമുണ്ടായതിന്റെ അന്ന് തുടങ്ങിയതാണ് അർജുനെ തേടിയുള്ള മനാഫിന്റെ യാത്ര. അർജുന്റെ കുടുംബത്തെ ചേർത്തു പിടിച്ചുള്ള യാത്ര. അർജുനെ വീട്ടിൽ തിരിച്ചെത്തിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പു നൽകി. അമ്മനോടും അച്ഛനോടും വാക്ക് കൊടുത്ത് ഇപ്പം എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു വലിയ ഭാരം ഇറങ്ങിയ ഒരിത്. പല ആളുകൾ കുത്തുവാക്ക് പറഞ്ഞപ്പോഴും ഇവിടെ വരെ എത്തിക്കാൻ വിചാരിച്ചില്ല. സ്നേഹമെന്ന വാക്കിന് പൂർണ്ണത നൽകുകയാണ് മനാഫ്. നിശ്ചയദാർഢ്യത്തിന് മറുപേരും. അർജുനെ കണ്ടെത്തുമെന്നായിരുന്നു മനാഫ് അമ്മയ്ക്ക് നൽകിയ വാക്ക്. ജീവനോടെ അല്ലെങ്കിലും ഈ വാക്ക് പാലിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് മനാഫ് കണ്ണാടിക്കലിൽ നിന്ന് മടങ്ങിയത്. മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക തീർത്ത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന്, 24.
ഗൾഫ് വാർത്തകൾ നോക്കാം. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ. അവസാന ദിനം വരെ കാത്തിരിക്കരുതെന്നും UAEയിലെ ഇന്ത്യക്കാർക്ക് നയതന്ത്ര കാര്യാലയങ്ങളെ ആശ്രയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ടിക്കറ്റ് എടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരെ സഹായിക്കുമെന്നും കോൺസൽ ജനറൽ വ്യക്തമാക്കി. കാലയളവിന്റെ പകുതി പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്കാർ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചത്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ 4000-ലധികം ആളുകളാണ് ഇതുവരെ കോൺസുലേറ്റിനെ ബന്ധപ്പെട്ടത്. അവരിൽ 550 ആളുകൾക്ക് എക്സിറ്റ് പെർമിറ്റും പുതിയ ജോലി കണ്ടെത്തിയ 600 ആളുകൾക്ക് താൽക്കാലിക പാസ്പോർട്ടും അനുവദിച്ചു. ഇതോടൊപ്പം 800 എമർജൻസി സർട്ടിഫിക്കറ്റുകളും അപേക്ഷകർക്ക് നൽകിയതായി കോൺസുൽ ജനറൽ പറഞ്ഞു. അതിനിടെ പൊതുമാപ്പ് സേവനങ്ങൾക്കായി UAEയിലെ ഇന്ത്യക്കാർക്ക് നയതന്ത്ര കാര്യാലയങ്ങളെ ആശ്രയിക്കാമെന്നും മറ്റ് ഏജൻസികളെ സമീപിക്കേണ്ടതില്ല എന്നും സർക്കാർ ഫീസുകളല്ലാതെ കോൺസുലേറ്റ് മറ്റ് യാതൊരു ഫീസും ഈടാക്കുന്നില്ല എന്നും സൗജന്യ സേവനമാണ് നൽകി വരുന്നതെന്നും സതീഷ് കുമാർ ശിവൻ വ്യക്തമാക്കി. Indian nationals can come to consulate. That is a simple message that you can give. Don't be confused if you have, whether you are eligible for amnesty or not, whether you have a case, whether you have any other problem, please contact consulate. That's a simple message. As I told you, we are giving Amer Center services here. We are almost end-to-end services where they just, even exit permits are printed here. In many cases, unless you have to give up biometrics, you might not have to go to Avir also. You can just take the exit permit here. You can take the emergency certificate issued here. Get a ticket if you have ticket ability to purchase a ticket, or if somebody can sponsor your ticket, which also we are trying to support you, you can go to the airport. So don't go to airport. If you have a doubt, any doubt of any kind, please come to the consulate. അതേസമയം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് 25%, എയർ ഇന്ത്യ 15% ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത മാസം 31 വരെയാണ് പൊതുമാപ്പ് നിലവിലുണ്ടാവുക. 24 ദുബായ്. പാത്തുട്ടി ഉമ്മയുടെ കുവൈറ്റിലേക്കുള്ള ഇത്തവണത്തെ വരവിന് ഇരട്ടി മധുരമുണ്ട്. മലബാർ രുചിയുടെ വിശേഷങ്ങളുമായി പാത്തുട്ടി ഉമ്മയെ പരിചയപ്പെടാം. മലബാറിൻ്റെ ഭക്ഷ്യസംസ്കാരം ലോകമെമ്പാടും പ്രശസ്തമാണ്. പ്രധാനമായും 35-ലധികം വൈവിധ്യമുള്ള സ്നാക്കുകളും 12-ലധികം വൈവിധ്യമുള്ള ബിരിയാണികളും മന്തി ഉൾപ്പെടെയുള്ള അറേബ്യൻ ഭക്ഷ്യവിഭവങ്ങളുമാണ് മലബാർ ഭക്ഷണത്തെ പ്രിയങ്കരമാക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, അത് വളരെ ഭംഗിയായി വിളമ്പി നമ്മളെ കഴിപ്പിച്ച് സ്നേഹത്തോടെ ഒരു കട്ടൻ ചായയും സ്നാക്കും നൽകി മാത്രമേ മലബാറുകാർ നമ്മളെ വിടാറുള്ളൂ. അതിന് വലിയ ഉദാഹരണങ്ങളിലൊരാളാണ് നാദാപുരം സ്വദേശിനി പാത്തുട്ടി ഉമ്മ. ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിൽ ബിരിയാണി മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് മക്കളുടെ അടുത്ത് ഹ്രസ്വ സന്ദർശനത്തിനായി എത്തിയ പാത്തുട്ടി ഉമ്മയ്ക്കാണ്. ഇപ്പം ഒരു മാസത്തെ വിസിറ്റിങ്ങിന് വന്നതാ. അന്നേരമാണ് മോള് പറയുന്നത് ഇങ്ങനെ ലുലുവിൽ ഉമ്മാൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഉമ്മയിൽ പങ്കെടുക്കണം. പിന്നെ ഞാൻ അതുപോലെ ചെയ്തിട്ട് പിന്നെ അൽഹംദുലില്ലാ ഫസ്റ്റ് തന്നെ കിട്ടി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് കിട്ടുമെന്ന്. ഒരുപാട് ആൾ പങ്കെടുത്തതാണ്. ഭക്ഷണത്തിനോട് എനിക്കെന്തോ ഒരു താല്പര്യം, ഉണ്ടാക്കലും കൊടുക്കലും. പാത്തുട്ടിയുമ്മയുടെ ചെറുമകളും ഡോക്ടർ ദമ്പതികളായ സബി സബാഹ്, നുസ്രത്ത് എന്നിവരുടെ മകളുമായ ലൈഹ സബാഹിനാണ് കേക്ക് ഡെക്കറേഷനിൽ 1ാം സ്ഥാനം കിട്ടിയതെന്നത് ഇരട്ടി മധുരമായി. ഞാൻ ലുലുവിൽ ഇങ്ങനെ കേക്ക് ഡെക്കറേഷന് പോയതാണ്. അപ്പം അവിടെ നിന്ന് വിപ്പിംഗ് ക്രീമും സാധനങ്ങളൊക്കെ തന്നു, സ്പ്രിങ്കിൾസും റെഡ് ബെറീസൊക്കെ തന്നു. പിന്നെ ഞാനൊന്ന് എൻ്റെ ഐഡിയ ഉപയോഗിച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കി. ഒരിക്കലും വിചാരിച്ചില്ല ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന്. ഞാൻ ഒന്നെങ്കിൽ ചിലപ്പോൾ 3rd പ്രൈസൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ ഞാൻ നെട്ടി. വീട്ടിലുള്ള പുതുതലമുറയിലെ കുട്ടികൾ തന്നെ സഹായിക്കാറുണ്ടെന്നും പാചകത്തിൽ താല്പര്യമുള്ളവരാണെന്നും പാത്തുട്ടി ഉമ്മ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെ സംസ്കൃതിയുടെ പിന്തുടർച്ച പുതിയ തലമുറ നിർവഹിക്കേണ്ടതുണ്ടെന്ന സന്ദേശമാണ് നൽകുന്നത്. ക്യാമറമാൻ റസാഖ് ചെറുതുരുത്തിയോടൊപ്പം ജലിൻ തൃപ്പയാർ, 24 കുവൈറ്റ്. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ മൾട്ടി ടാലന്റ് സെലിബ്രിറ്റി അവാർഡ് സിനിമാ സീരിയൽ താരം സൗമ്യ ഭാഗ്യൻ പിള്ളയ്ക്ക് സമ്മാനിച്ചു. BMC ശ്രാവണ മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളും ശ്രദ്ധേയമായി.
ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ മൾട്ടി ടാലന്റ് സെലിബ്രിറ്റി അവാർഡ് സിനിമാ സീരിയൽ താരം സൗമ്യ ഭാഗ്യൻ പിള്ളയ്ക്ക് സമ്മാനിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം 2024 ഭാഗമായി സംഘടിപ്പിച്ച മിമിക്രി ആൻഡ് മോണോ ആക്ട് മത്സരങ്ങളുടെ സമാപന വേളയിൽ BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2024 കമ്മിറ്റി ചെയർമാൻ EV രാജീവൻ, മിമിക്രി ആൻഡ് മോണോ ആക്ട് മത്സരം കൺവീനർ അജി പി ജോയ് എന്നിവർ ചേർന്നാണ് അവാർഡ് സമ്മാനിച്ചത്. BMC ഓഡിറ്റോറിയത്തിൽ നടന്ന മിമിക്രി ആൻഡ് മോണോ ആക്ട് മത്സരങ്ങളിൽ വിശിഷ്ട അതിഥിയായി സൗമ്യ ഭാഗ്യൻ പിള്ള, ലോകപ്രശസ്ത ജ്വല്ലറി ഡിസൈനർ ശ്രീദേവി അർജുൻ ദേവ്ജി, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും മിമിക്രി താരവുമായ കൊല്ലം സിറാജ്, മിമിക്രി താരം നസീബ് കലാഭവൻ എന്നിവർ പങ്കെടുത്തു. മത്സരങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ EV രാജീവൻ സ്വാഗതം ആശംസിക്കുകയും ഫ്രാൻസിസ് കൈതാരത്ത് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച മോണോ ആക്ട് മത്സര വിജയികൾക്ക് ട്രോഫിയും മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത അതിഥികൾക്ക് മെമന്റോ നൽകുകയും വിധികർത്താക്കളായി പങ്കെടുത്ത സൗമ്യ, നസീബ്, കലാഭവൻ അജാസ് എന്നിവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിക്കുകയും ചെയ്തു. കാണികൾക്ക് നിറഞ്ഞ ചിരിയും മനസ്സ് നിറയെ സന്തോഷവും സമ്മാനിച്ച പരിപാടിയിൽ ശ്രാവണ മഹോത്സവം 2024 സംഘാടക സമിതി അംഗങ്ങൾ, ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. 24 ബഹ്റൈൻ. റിയാദിലുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മയായ കൊടുങ്ങല്ലൂർ എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ സൗദിയുടെ 94ാമത് ദേശീയ ദിനം ആഘോഷിച്ചു. ബത്തഹയിൽ നടന്ന ചടങ്ങിൽ അംഗങ്ങൾ കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടുമാണ് ആഘോഷത്തിന്റെ ഭാഗമായത്. ചെയർമാൻ യഹിയ കൊടുങ്ങല്ലൂർ, വൈസ് പ്രസിഡന്റ് VS അബ്ദുൽ സലാം എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. പ്രസിഡന്റ് ജയൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് തന്നെ നിലനിന്നിരുന്നു എന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ജനറൽ സെക്രട്ടറി സൈഫ് റഹ്മാൻ സ്വാഗതവും ട്രഷറർ ആഷിഖ് RK നന്ദിയും പറഞ്ഞു. നാസർ വലപ്പാട്, യഹിയ കൊടുങ്ങല്ലൂർ, VS അബ്ദുൽ സലാം, OM ഷഫീർ, മുസ്തഫ പുന്നിലത്ത്, ജലാൽ മതിലകം, മുഹമ്മദ് അമീർ എന്നിവർ ആശംസ നേർന്നു. പള്ളാത്തുരുത്തിയുടെ കരുത്തിൽ കാരിച്ചാലിന് കിരീടം. ഫൈനൽ മത്സരം ഇതാ സമാരംഭിച്ചിരിക്കുന്നു. ഇടിമിന്നലിന്റെ ഗാംഭീര്യവുമായി നടുഭാഗം കടന്നു വരുന്നു. അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കാരിച്ചാൽ കടന്നു വരുന്നു. കാരിച്ചാൽ ഇല്ല 3-ന് വീയപുരം, കാരിച്ചാലും വീയപുരവും അതുപോലെ നീരണവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. 1-ലെ നടുഭാഗം അല്പം മുന്നിൽ ഇല്ല പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ. 15 തവണ നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാൽ ഉഗ്രമായി പോരാടി. 70ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ കപ്പടിച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. തുടർച്ചയായി 5ാം തവണയാണ് PBC വെള്ളിക്കിരീടം സ്വന്തമാക്കിയത്. ഫോട്ടോ ഫിനിഷിൽ 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് PBC ചരിത്രം എഴുതിയത്. 3-ലെ വീയപുരം, 4-ലെ നീരണം. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വീയപുരം, വീയപുരം ഇല്ല PBCയുടെ കാരിച്ചാലും വീയപുരവും നടുഭാഗവും നിരണവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. ആവേശോജ്വലമായ മത്സരത്തിനൊടുവിൽ വീണ്ടും കരുത്ത് തെളിയിച്ച് കാരിച്ചാൽ ചുണ്ടൻ. പുന്നമടയിലെ ഓളപ്പരപ്പിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി കാരിച്ചാലിന്റെ ഫോട്ടോ ഫിനിഷിംഗ്. സെക്കൻഡിന്റെ 5-ൽ വീയപുരത്തെ പിന്തള്ളി 70ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തം. പുന്നമടയിലെ ജലരാജാവ് പട്ടം തുടർച്ചയായ 5ാം തവണയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്. നീറ്റിലിറങ്ങിയ കാരിച്ചാൽ ഇതുവരെ സ്വന്തമാക്കിയത് 2 ഹാട്രിക് അടക്കം 16 നെഹ്റു ട്രോഫികൾ. 1974 FBC ചെന്നങ്കരിയിലൂടെയാണ് കാരിച്ചാലിന്റെ വിജയഗാഥയ്ക്ക് തുടക്കമിട്ടത്. പിന്നീട് ഓരോ തവണയും കാരിച്ചാൽ തങ്ങളുടെ വരവറിയിച്ചുകൊണ്ടിരുന്നു. ആരാധകരുടെ ആവേശമായി മാറി. VBC കൈനഗിരി തുഴഞ്ഞ വീയപുരം ചുണ്ടൻ 2ാമതെത്തി. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും നിരണം ബോട്ട് ക്ലബ് തുഴഞ്ഞ നിരണം ചുണ്ടനും യഥാക്രമം 3ാമതായും 4ാമതായും ഫിനിഷ് ചെയ്തു. ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള ഫൈനൽ പോരിൽ മാറ്റുരച്ചത് 19 ചുണ്ടൻ വള്ളങ്ങൾ. ഹീറ്റ്സിൽ 4 മിനിറ്റ് 14 സെക്കൻഡ് സമയം കുറിച്ചാണ് കാരിച്ചാൽ ചുണ്ടൻ ഫൈനലിലെത്തിയത്. കഴിഞ്ഞ തവണ വീയപുരം ചുണ്ടൻ തുഴഞ്ഞാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചാമ്പ്യന്മാരായത്. ടീം 24 ആലപ്പുഴ.
ജലരാജാവ് എന്ന പേര് അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് കാരിച്ചാൽ ചുണ്ടൻ. 16ാമത്തെ വിജയത്തോടെ ചരിത്രം വീണ്ടും തിരുത്തിക്കുറിച്ചു. ഒരു നാടിന്റെ സ്വപ്നമായിരുന്ന ചുണ്ടൻ ഇന്ന് വള്ളംകളി പ്രേമികളുടെയെല്ലാം ഹരമാണ്. ഇത്തവണ കാരിച്ചാൽ ചുണ്ടനിലേറി പള്ളാത്തുരുത്തിയിലേക്ക് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. നെഹ്റു ട്രോഫിയിൽ പള്ളാത്തുരുത്തി പുന്നമടയുടെ ഓളങ്ങൾ ഒരിക്കൽ കൂടി ആ ചരിത്രത്തിന് സാക്ഷിയായി. ജലരാജാക്കന്മാരിലെ രാജാവ് താൻ തന്നെയെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാരിച്ചാൽ ചുണ്ടൻ. വിയ്യപുരം പഞ്ചായത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കാരിച്ചാൽ എന്ന ഗ്രാമം, ആ നാടിന്റെ സ്വപ്നമായിരുന്നു ഒരു ചുണ്ടൻ വെള്ളം. 1970 സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു ചരിത്രം തുറക്കുകയാണെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ പിന്നീട് സമാനതകളില്ലാത്ത ജൈത്രയാത്ര. 1974 ആദ്യ ചരിത്രം കുറിച്ച കാരിച്ചാൽ 2 ഹാട്രിക്കും സ്വന്തം പേരിൽ കുറിച്ചു. 2016 അവസാന വിജയത്തിന് ശേഷം ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് വീണ്ടും കാരിച്ചാൽ ചുണ്ടൻ ചരിത്രം തിരുത്തിയത്. ടീം 24 ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിൽ റെക്കോർഡ് എഴുതിച്ചേർത്ത പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കാരിച്ചാൽ ചുണ്ടൻ കിരീടം നേടിയത് പള്ളാത്തുരുത്തിയുടെ കരുത്തിലാണ്. നെഹ്റു ട്രോഫിയുടെ 7 പതിറ്റാണ്ടിന്റെ ചരിത്രത്തിനിടയിൽ തുടർച്ചയായി 5ാം കിരീടമെന്ന അത്യപൂർവ റെക്കോർഡാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സ്വന്തം പേരിൽ എഴുതി ചേർക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് പള്ളാത്തുരുത്തിയുടെ അപരാജിത കുതിപ്പ്. ൽ പായിപ്പാടം ചുണ്ടനിലും 2019 നടുഭാഗം ചുണ്ടനിലും 2022 കാട്ടിൻ തെക്കതിൽ ചുണ്ടനിലും 2023 വിയ്യപുരം ചുണ്ടനിലും തൊഴിലെറിഞ്ഞ കിരീടം നേടിക്കൊടുത്തതും ഇതേ പള്ളാത്തുരുത്തി തന്നെ. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വിയ്യപുരത്തെ കാരിച്ചാൽ മറികടന്നത്. അവസാന നിമിഷം വരെ പോരാട്ടവീര്യം കാട്ടുന്ന പള്ളാത്തുരുത്തിയുടെ തുഴച്ചിലുകാർ ഇത്തവണയും വിശ്വാസം കാത്തു. 2 വർഷം മുമ്പത്തെ പ്രതികാരം കൂടിയാണ് കാരിച്ചാലിന് കപ്പ് നേടിക്കൊടുത്തതിലൂടെ പള്ളാത്തുരുത്തി വീട്ടുന്നത്. ഇത്തവണത്തെ വിജയം പള്ളാത്തുരുത്തിക്കും കാരിച്ചാലിനും പുതിയ ചരിത്രമാണ്. അരുൺ രാജ്, 24 കൊല്ലം. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിലെ മികച്ച കവറേജിനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ 24-ന്, മികച്ച റിപ്പോർട്ടർക്കും ക്യാമറാമാനുമുള്ള പുരസ്കാരങ്ങളാണ് 24-ന് സമ്മാനിച്ചത്. ആലപ്പുഴയിലെ സീനിയർ റിപ്പോർട്ടർ മനീഷ് മഹിപാലാണ് മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകൻ. അധീഷ് MT ആണ് മികച്ച ക്യാമറാമാൻ. പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സുരേഷ് MP അവാർഡ് നൽകുന്നു. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ബഹുമാന്യരായ അവാർഡ് ജേതാക്കൾക്ക് അഭിനന്ദനം. ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജന്മനാടായ കണ്ണൂർ ചൊക്ലിയിൽ നാളെയാണ് സംസ്കാരം. വെടിയേറ്റതിനെ തുടർന്ന് കഴുത്തിന് താഴേക്ക് തളർന്ന് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കിടപ്പിലായിരുന്നു. പോരാട്ടത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി പുഷ്പൻ എന്ന സമര ഇതിഹാസം വിട പറഞ്ഞു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ 31-നാണ് പുഷ്പനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് 3:30-യോടെയാണ് പുഷ്പന്റെ അന്ത്യം. മൃതദേഹം നാളെ രാവിലെ 8 മണിയോടെ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ജന്മനാടായ ചൊക്ലിയിലും പൊതുദർശനം. വൈകിട്ട് വീട്ടുപരിസരത്താണ് സംസ്കാര ചടങ്ങുകൾ. പുഷ്പന്റെ വിയോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുശോചിച്ചു. പുഷ്പന്റെ
സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സഖാവ് പുഷ്പൻ്റെ നിര്യാണം യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ ഹൃദയത്തിൽ പുഷ്പൻ എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ആ ഓർമ്മ, ആ ജ്വലിക്കുന്ന ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കർഷക തൊഴിലാളിയായിരുന്ന കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും 6 മക്കളിൽ 5-ാമനാണ് പുഷ്പൻ. വെടിയേറ്റ ശേഷം കിടപ്പിലായിരുന്ന പുഷ്പന് തണലായി ഒപ്പമുണ്ടായിരുന്നത് നാട്ടിലെ CPIM, DYFI പ്രവർത്തകരും കുടുംബവുമായിരുന്നു. DYFI നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. CPIM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. 24 കോഴിക്കോട്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന CPIയുടെ ആവശ്യത്തെ പിന്തുണച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണങ്ങൾ ശരിയെങ്കിൽ സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. RSS ADGP കൂടിക്കാഴ്ചയിൽ DYFIയും അതൃപ്തി പ്രകടിപ്പിച്ചു. സംഘപരിവാർ നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല CPIയുടെ പ്രശ്നം. പൂരം കലക്കലിൽ ആരോപണ വിധേയനായ MR അജിത് കുമാർ കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിലുമുണ്ട് അതൃപ്തി. സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായയെ ബാധിക്കുന്ന വിധത്തിൽ MR അജിത് കുമാർ ഇടപെട്ടു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണം. വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. CPI നിലപാട് ഘടിപ്പിച്ചതോടെ ADGPയെ മാറ്റി നിർത്തണമെന്ന CPI ആവശ്യത്തോട് അനുകൂലിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. CPIയുടെ ആവശ്യം ചർച്ച ചെയ്ത് മുന്നോട്ടു പോകും. ആരോപണങ്ങൾ ശരിയെങ്കിൽ സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും TP രാമകൃഷ്ണൻ. അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കി നിലപാടുകൾ സ്വീകരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണുള്ളത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ള കാര്യം, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണമല്ലോ. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോവുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. RSSുമായി ആര് കൂടിക്കാഴ്ച നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. RSS രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന സംഘടനയാണ്. RSSുമായി ആര് കൂട്ടുചേരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിലപാട്. PV അൻവറിന്റെ പരാതി അന്വേഷിച്ച് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഒക്ടോബർ മാസം 3 മുമ്പാണ്. അടുത്ത ആഴ്ച ആദ്യത്തോടെ ഷെയ്ഖ് ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അൻവറിന്റെ പരാതിയിലെ പരിശോധനാ റിപ്പോർട്ടിനൊപ്പം CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി RSS നേതാക്കളും അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ച റിപ്പോർട്ടും ഉൾപ്പെടുത്തിയേക്കും. 24 തിരുവനന്തപുരം. PV അൻവർ MLAയുമായുള്ള ബന്ധം CPIM ഉപേക്ഷിച്ചതോടെ പുതിയ പോർമുഖം തുറന്ന് PV അൻവറും മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസും. RSS മനസ്സുള്ള മുസ്ലിം വിരോധിയാണെന്ന അൻവറിന്റെ ആരോപണം പുച്ഛത്തോടെ തള്ളുന്നുവെന്നും അൻവർ വർഗീയതയുടെ തീപ്പന്തമാവുകയാണെന്നും EN മോഹൻദാസ് തിരിച്ചടിച്ചു. അൻവർ ഉയർത്തിയ ഫോൺ ചോർത്തൽ ഗുരുതരമായ വിഷയമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. PV അൻവറും EN മോഹൻദാസും തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. മോഹൻദാസ് RSS ആണെന്നും മുസ്ലിം വിരോധിയാണെന്നും അൻവർ ആരോപിച്ചു. അപ്പൊ EN മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനോടുള്ള മുസ്ലിം വിരോധം, ഇനി മുസ്ലിം വിരോധത്തിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മുസ്ലിം വിരോധികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം EN മോഹൻദാസ് ഒന്നും വല്ലാതെ പതറണ്ട. ഈ പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ മുന്നിൽ തെളിവടക്കാൻ കൊടുക്കും. ഈ ചങ്ങാതിക്ക സിന്ദാബാദ് കളക്കുന്നത് രാപ്പകലും RSSന് വേണ്ടി പ്രവർത്തിക്കുക. മുസ്ലിം ലീഗുകാർ പോലും പറയാത്ത ആരോപണം ഉന്നയിച്ച അൻവർ നാട് കുട്ടിച്ചോറാക്കുന്ന വർഗീയതയുടെ തീപ്പന്തമാവുകയാണെന്ന് മോഹൻദാസ് തിരിച്ചടിച്ചു. MLA എന്ന നിലയിൽ ആദ്യ 5 വർഷം അൻവർ സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും വിമർശനം. നിലമ്പൂരിൽ നടന്ന കൊലവിളി മുദ്രാവാക്യത്തെ ജില്ലാ സെക്രട്ടറി തള്ളി. ഇപ്പൊ സമീപകാലം ആദ്യത്തെ 5 കൊല്ലം സമ്പൂർണ്ണ പരാജയമായിരുന്നു. തീവ്ര വർഗീയതയല്ലേ, കത്തിക്കല്ലേ, തീപ്പന്തമാകും. വർഗീയതയുടെ ബന്ധമാവുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. തീവ്ര വർഗീയതയുടെ ബന്ധമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അതേസമയം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. Yes, if I receive something, some complaint, some representation, some petition, then surely I can move forward in accordance with law. നാളെ വൈകിട്ട് 6:30 നിലമ്പൂർ ചന്തക്കുന്നിലാണ് PV അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം. കൊലവിളി മുദ്രാവാക്യത്തിൽ കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു. 24 മലപ്പുറം. തമിഴ്നാട് മന്ത്രിസഭയിൽ പുനഃസംഘടന. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകും.
നിലവിൽ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഉദയനിധി. അഴിമതി കേസിൽ ജയിൽ മോചിതനായ സെന്തിൽ ബാലാജി അടക്കം 4 പേരെ പുതിയതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ ഗോവി, ആർ രാജേന്ദ്രൻ, SM നാസർ എന്നിവരാണ് മറ്റംഗങ്ങൾ. നാളെ വൈകിട്ട് 3:30-ക്കാണ് സത്യപ്രതിജ്ഞ. 3 പേരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യൻ ടീമിൽ. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ 1-ാം വിക്കറ്റ് കീപ്പറാകും. IPL-ൽ തിളങ്ങിയ പേസർ മായങ്ക് യാദവിന് ഇന്ത്യൻ ടീമിലേക്ക് ആദ്യമായി വിളിയെത്തിയപ്പോൾ വരുൺ ചക്രവർത്തി തിരിച്ചെത്തി. ദിലീപ് ട്രോഫിയിലെ സെഞ്ചുറി പ്രകടനം സെലക്ടർമാർക്ക് കണ്ടില്ലെന്ന് നടിക്കാനായില്ല. ഇന്ത്യയുടെ 2020 ടീമിലെ സ്ഥാനം നിലനിർത്തി സഞ്ജു സാംസൺ. ഋഷഭ് പന്തിന് വിശ്രമം നൽകിയതോടെ ടീമിലെ 1-ാം വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെയാകും. ഇഷാൻ കിഷനെ വീണ്ടും തഴഞ്ഞപ്പോൾ ജിതേഷ് ശർമ്മയാണ് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദുബെ, റിയാൻ പരാഗ്, രവി ബിഷ്ണോയ്, ഹർഷദീപ് സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ പരിചിത മുഖങ്ങളെല്ലാമുണ്ട്. സിംബാബ്വെ പര്യടനത്തിൽ തിളങ്ങിയ അഭിഷേക് ശർമ്മ തിരിച്ചെത്തിയപ്പോൾ അന്ന് പരിക്ക് മൂലം അരങ്ങേറ്റം നഷ്ടമായ നിതീഷ് കുമാർ റെഡ്ഡി വീണ്ടും ടീമിൽ ഇടം പിടിച്ചു. IPL-ൽ അതിവേഗ പന്തുകളിലൂടെ ഞെട്ടിച്ച മായങ്ക് യാദവിനെ ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചിട്ടുമുണ്ട്. മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയുടെ 22 മാസത്തിനു ശേഷമുള്ള തിരിച്ചുവരവാണ് ടീം സെലക്ഷനിലെ മറ്റൊരു പ്രത്യേകത. ഒക്ടോബർ 6, 9, 12 തീയതികളിലാണ് ബംഗ്ലാദേശിനെതിരായ 2020 മത്സരങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.